ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, വീഡിയോസ് ചെയ്യാനറിയില്ല. ഫസ്റ്റ് ടൈം വീഡിയോസ് ചെയ്യാണ്. ഒരുപാട് എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഒന്നും അറിയില്ല. പക്ഷേ ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചർച്ചാണ്. അയർലൻഡിലെ ഒരു കുഞ്ഞു സ്ഥലത്തെ ഒരു കുഞ്ഞു ചർച്ച്. ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ദിവസം ചുമ്മാ അതുവഴി പോയപ്പോൾ, അതുവഴിയില്ല, ചർച്ചിലേക്ക് തന്നെ പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു. പക്ഷേ വീഡിയോ അങ്ങനെ ഇതായിട്ടൊന്നും എടുത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള നമുക്ക് ടെൻഷൻ, ആരെങ്കിലും കാണുമോ അങ്ങനെയൊക്കെയുള്ളൊരിതുണ്ടല്ലോ ആദ്യമായിട്ട് വീഡിയോ എടുക്കുമ്പോൾ. അങ്ങനെ എടുത്താണ്. ചർച്ചിൽ കയറി പ്രാർത്ഥിച്ചു, കുറേ നേരമൊക്കെ അവിടേക്ക് ഇരുന്നു. ഞാൻ എപ്പോഴും പോകുമ്പം ഈ ചർച്ചിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ പോയി തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ എടുത്തതാണ്. എടുത്തിട്ട് ഇങ്ങനെ വെച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ചുമ്മാ നീ അവിടേക്ക് പോകുന്നില്ലേ, നീ കുറേ സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടല്ലോ, നിനക്ക് വീഡിയോസ് എടുത്തിട്ടൂടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല, എല്ലാവരും ട്രാവൽ വ്ളോഗ് ചെയ്യുന്നതല്ലേ, അവർക്ക് ഇടുന്നുണ്ടല്ലോ, അതേ കണക്കൊക്കെ ചെയ്ത് ഇടാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇതെനിക്ക് ഇടണമെന്ന് തോന്നി, ചുമ്മാ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചു. എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ഇപ്പം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് നടക്കുകയാണ്. ചർച്ചിൻ്റെ അടുത്ത് ചെറിയൊരു സ്കൂളാണിത്. പക്ഷേ ഇതിൻ്റെ വോയിസൊക്കെ ഇടഞ്ഞ് ഭയങ്കര സൗണ്ടാണ്. വണ്ടി പോകുന്നതും സ്കൂളിലെ കുട്ടികളപ്പം അവരുടെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയമൊക്കെയാണ്. അപ്പം അതിൻ്റെയൊക്കെ ഭയങ്കര ഇതായതാണ് ഞാനിപ്പോൾ എൻ്റെ വോയിസിനോട് ഇരുന്നത്. എൻ്റെ വോയിസ് അത്ര ഇതൊന്നുമല്ല, ഒരുമാതിരി അടഞ്ഞ സൗണ്ടാണ്. അവിടെ തിരിച്ച് സിറ്റിയിലേക്കുള്ള വഴിയാണ്. ഇത് ഒരു ചെറിയൊരു പാലമാണ്. അതിവിടെ ട്രെയിൻ പോകുന്ന ഒരു ചെറിയൊരു അരുവിയുള്ള ഒരു ചെറിയ പാലമാണിത്. അതിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. ഇത് നേരെ ചെല്ലുന്നത് ചെറിയൊരു സിറ്റിയിലേക്കാണ്. ഈ സിറ്റി കഴിഞ്ഞാൽ പിന്നെ കുറേ സ്ഥലങ്ങളിൽ നമ്മുടെ നാടുകൾക്ക് തന്നെയുള്ളൊരു ചെറിയൊരു പ്ലേസാണ്. ഈ അയർലൻഡിലെ പകുതി സ്ഥലവും നമ്മുടെ നാടുകൾക്കാണ്. പക്ഷേ ഇവിടെ എപ്പോഴും മഴ, തണുപ്പ്, അതുകൊണ്ട് മാത്രം അതേ ഉള്ളൊരു നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യാസമായിട്ട് നിൽക്കുന്നത്. ബാക്കിയെല്ലാം അതേ കണക്ക് തന്നെയാണ്. ഇവിടെ എപ്പോഴും സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. നടന്ന് ഞാൻ സിറ്റിയിലെത്തി. ഇവിടുന്ന് കുറച്ചുകൂടെ നടക്കണം ഞാൻ താമസിക്കുന്നിടത്തോട്ട് പോകാനായിട്ട്. ഈ പോകുന്ന വഴിയെല്ലാം വീട്ടിലോട്ടാണ്. എന്താ പറയുക, അങ്ങോട്ട് പോയപ്പം നല്ല ഉഷാറായിരുന്നു പോകാൻ. കാരണം പള്ളിയിലേക്ക് പോകല്ലേ, അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു സന്തോഷവും. അങ്ങനെ തിരിച്ച് നടക്കുമ്പോൾ ഭയങ്കര തണുപ്പ്, മഴ വരുന്നതിൻ്റെ ഒരിത്. അങ്ങനെ നടന്ന് ചെന്നു. ഇത് വീടിൻ്റെ അടുത്തെത്താറായി. വീടിൻ്റെ അടുത്തെത്താറായപ്പോൾ അവിടെ എല്ലാം ഗ്രീനറിയാണ്, നല്ല ക്ലീനായിട്ടുള്ള സ്ഥലം. അങ്ങനെ നടന്ന് പോകണം. ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ആരും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഇങ്ങനെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചായച്ചു. ഇത് വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ലിഡിലാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വിസിറ്റിങ്ങിന് പോകാനും മിക്കവാറും ഞാൻ പോകാറുണ്ട്. ഇപ്രാവശ്യം പോയപ്പം എല്ലാ പ്രാവശ്യം പോകുമ്പോൾ വീഡിയോസൊക്കെ എടുത്ത് എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെക്കും. ഇതുവരെ പോസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഒരെണ്ണം മാത്രമാണ് ഇപ്പോൾ ഇതായിട്ട് എടുത്തപ്പോൾ പോസ്റ്റ് ചെയ്തത്. വീടിൻ്റെ അടുത്ത് വേണ്ടി ഇതിൽ ഞാൻ 2-3 വട്ടം പോയിട്ടുണ്ട്. ഇത് ഞാൻ മാൾട്ടയിലാണ് കറൻ്റ്ലി വർക്ക് ചെയ്യുന്നതും. എല്ലാം അവിടെയാണ്. ഇപ്പോൾ ഇവിടോട്ട് ചെറുതായിട്ട് വന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലിഡിൽ കയറി. ലിഡിൽ കയറുമ്പോൾ തന്നെ പുറത്ത് കുറേ ചെടികൾ, കുറേ പൂക്കൾ, അത് ഇതൊക്കെ വച്ചിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ളത്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കൊടുക്കുന്നതും എല്ലാം ചെടികളാണ്. അതുകൊണ്ട് എപ്പോഴും എല്ലാ വീടിൻ്റെ മുറ്റത്തും ഒരുപാട് ചെടികളും വീട്ടിലൊക്കെ കാണും. ഞാൻ സൂപ്പർ മാർക്കറ്റിനകത്ത് കയറി. പക്ഷേ അതിനകത്ത് കയറി ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ഫോണും പിടിച്ച് അതിലും എടുക്കാനൊക്കെ ഉള്ളൊരു ഇത്. കാരണം ഞാൻ വീഡിയോസ് എടുക്കുന്നതെല്ലാം തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ക്രോസ് ചെയ്തു. അവിടെ അത്രയും വലിയതായിട്ടൊന്നും വീഡിയോസ് എടുക്കാൻ അറിയാത്തതുകൊണ്ടായിരിക്കാം ഞാൻ കുറേ ഇതുണ്ട്. ഇപ്പോഴും നടക്കണം. ഇതിൽ മൊത്തം കുറേ ഗ്രീനറി, പിന്നെ കുറേ വീടുകൾ, ഇത് കണക്കുള്ള അതുപോലത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. റോഡ് മാത്രമേ കാണത്തുള്ളൂ. നടന്നെത്താറായി. എത്രയെന്ന് പറഞ്ഞാൽ ലിഡിലിൽ നിന്നും കുറച്ച് നടന്നാൽ മതി. പക്ഷെ നടന്നെത്തണ്ടേ, വെയിറ്റ് ഉള്ളത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ബാഗ് വെച്ചിട്ടാണ് പോകുന്നത്. കാരണം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സാധനവും പിടിച്ച് പോകുമ്പോൾ നല്ല വെയിറ്റ് കാണുമായിരിക്കുമല്ലോ. അപ്പം നമുക്ക് ഫോൺ കൈമാറി വേറെ ആൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഹെൽപ്പാണ്. പക്ഷെ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട്, ഒറ്റയ്ക്കായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ
കുറേ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ എക്സ്ട്രാ പറയാനായിട്ടൊന്നുമില്ല ഞാൻ. കാരണം മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി വേറെ ചെറിയൊരു കൈ വഴി കൂടെയാണ് പോകുന്നത്. ഇവിടെ കൂടുതൽ ചെറിയ മതിലുകളായിരിക്കും, ചില വീടുകളിൽ മതിൽ കാണത്തില്ല, എല്ലാം ചെടികളെ കൊണ്ടാണ് അവർ മതിൽ വെക്കുന്നത്. എപ്പോഴും ക്ലീൻ ചെയ്ത് വെട്ടി ഒരു ചെറിയൊരു മതിൽ പോണക്കാണ്. പിന്നെ എല്ലായിടവും സൈലൻ്റാണ്. അവിടെ ആരും ഇപ്പോഴും കാണും എനിക്കൊന്നും തോന്നുന്നില്ല, അങ്ങനെ കാണാറുണ്ടോ ഇല്ലയോ. അവരവരുടെ ജോലി നോക്കി പോകുന്നു വരുന്നു, ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ചെറിയൊരു ഗ്രൗണ്ട് ആണ് കുട്ടികൾക്ക് പ്ലേ ചെയ്യാൻ. പിന്നെ കൂടുതലും എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴും കാണുന്നത് ഇതുവഴി എപ്പോഴും വാക്കിങ് സൈക്കിളിൽ പോകുന്ന ആൾക്കാർ, ഏറ്റവും കൂടുതൽ വാക്കിങ്ങാണ്, ഡോഗ്സിനെ കൊണ്ട് വാക്കിങ്ങിന് ഇറങ്ങുന്ന ആൾക്കാരാണ് കൂടുതലും ഇവിടെയുള്ളത്. രാവിലെ ഒരു 5:30 ആകുമ്പോൾ വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ പോകുന്നവർ, നടക്കാൻ പോകുന്നു, ഓടാൻ പോകുന്നു, സൈക്കിളിൽ പോകുന്നു, ജോലിക്ക് പോകുന്നു, ഇതൊക്കെ ഞാൻ കാണാറുണ്ട്. കാരണം എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ റൂം റോഡിലോട്ടാണ് അതിൻ്റെ വിൻഡോസ്, അതുകൊണ്ട് ദൂരെ കാണുന്നതാണ് എൻ്റെ വീട്. കൊണ്ടോ ഇതാണ് എൻ്റെ വീട്. അതിൻ്റെ മുകളിൽ കർട്ടൻ പൊക്കിയിട്ട് കണ്ടോ, അതാണ് എൻ്റെ റൂം. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ഇങ്ങനെ നടന്ന് വീട്ടിലെത്തി. ഇതാണ് വീടിൻ്റെ മുറ്റം. നല്ല ഭംഗിയില്ലേ? താഴെ നോക്കുമ്പോൾ അത്രയും ഭംഗിയാണല്ലോ, പക്ഷെ എൻ്റെ റൂമിലിരുന്ന് ആ വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഞാൻ അവിടെ നിന്നാണ് ചായ കുടിക്കുന്നതും. ആ വിൻഡോൻ്റെ അടുത്ത് പുറത്തോട്ട് നോക്കി. ഇവിടെ ഒരുപാട് പേരുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ എല്ലാവരെയും ഒന്നും കാണാറൊന്നുമില്ല. ഞാൻ എപ്പോഴും റൂമിനകത്ത് തന്നെയായിരിക്കും, കാരണം തണുപ്പാണ് പുറത്തിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ റൂമിലെത്തിയിട്ടാണ് ഞാൻ പറഞ്ഞ റൂം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.